ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കപ്പ ബിരിയാണിയുടെ വീഡിയോ ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട് വരെയും പോകാറുണ്ട്. അങ്ങനെ ഈ ഞായറാഴ്ച പോയപ്പോൾ എനിക്ക് മമ്മി തന്നു വിട്ടതാണ് കുറച്ച് എല്ല്. അപ്പോൾ അത് വെച്ചിട്ട് ഒത്തിരി നാളായിട്ട് ഞാൻ ഓർക്കുന്നു, എനിക്ക് ഫേവറേറ്റാണ് കപ്പ ബിരിയാണി. അപ്പോൾ അത് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മമ്മി എല്ല് തന്നത്. പിന്നെ അടുത്ത കടയിൽ പോയി പെട്ടെന്നൊരു 1.5 കിലോ കപ്പയും വാങ്ങിച്ചു. കുറച്ച് എല്ലേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ അതെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് പെട്ടെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ വൈകുന്നേരം ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ ഒരു ധൃതിക്കാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്സാവുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തിരിക്കുന്ന എല്ലിലോട്ട് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും, എല്ലിൽ നിന്ന് ഒരല്പം വെള്ളം വരും, എന്നാലും ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഞാൻ കുക്കറിൽ വേഗം വെക്കുന്നുണ്ട്. ആദ്യത്തെ വിസിലൊക്കെ നല്ല തീയിലിട്ട് വേവിച്ച ശേഷം പിന്നീട് തീയുടെ ഫ്ലെയിം ഒരല്പം കുറച്ച് വെച്ച് ഒരു 7-8 വിസിൽ വരെയും നമുക്ക് വെക്കാം. ഓരോ ഇറച്ചിക്കും ഓരോ വേവായിരിക്കും. അപ്പം ഞാൻ കറിക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പില എല്ലാം വൃത്തിയാക്കി അരിഞ്ഞ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കപ്പ ഇതേപോലെ ചെറുതായിട്ട് നുറുങ്ങി അതുകൂടെ ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ചതിന് ശേഷം ഞാൻ അത് തുറന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പോടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതേപടി തന്നെ ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കപ്പ വെന്ത് പെട്ടെന്ന് തന്നെ തിളച്ചാൽ വേകുന്ന കപ്പയായിരുന്നു. കപ്പ വെന്ത് മാറ്റിയ ശേഷം ഞാൻ മസാല തയ്യാറാക്കാൻ പോവാണ്. എല്ലുകറിക്ക് വേണ്ട മസാല. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടി വന്ന ശേഷം ഒരല്പം പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ട് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങാക്കൊത്ത് നമ്മൾ കപ്പ ബിരിയാണി കഴിക്കുമ്പം ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു ഗോൾഡൻ ബ്രൗണായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടോ പേസ്റ്റാക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ സവോളയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു 3 സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സവോളയാണ്. വലിയ സവോളയാണെങ്കിൽ 1-2 എണ്ണം മതി. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഞാൻ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ടൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. എനിക്കെന്തോ അത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മസാലയെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതുകൂട്ടെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഓണാക്കി എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ മസാലയും എടുത്തിട്ടു. പക്ഷേ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടിരിക്കുന്നത്. 2 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 1/4 സ്പൂൺ വീതം ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എണ്ണ കുറവാണ് എടുത്തത്. അതിന് പകരം ഞാൻ വെന്ത് വന്നിരിക്കുന്ന ആ എല്ലിൻ്റെ അതൊന്ന് നെയ്യ് ഉരുകി വന്നിട്ടുണ്ടായിരുന്നു. ആ നെയ്യ് ഒരല്പം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ മസാല ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇറച്ചിയെല്ലാം കൂടെ ഞാൻ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം പോരാ, നമുക്ക് കുറച്ച് നേരം ഇരുന്ന് ആ മസാലയെല്ലാം ഇറച്ചിയിലോട്ട് പിടിച്ച് ഇറച്ചി ഒരല്പം കൂടെ സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഇത് തിളയ്ക്കണം. ചെറിയ തീയിലിട്ട് കുറേ നേരം തിളപ്പിച്ച് ഇച്ചിരിയും കൂടെ ഒന്ന് കുറുക്കി വറ്റിച്ചായിട്ട് എടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ്, എണ്ണയല്ല നെയ്യും ഒക്കെ തെളിഞ്ഞിട്ട് നമ്മുടെ ബീഫ് കറി റെഡിയായിട്ടുണ്ട്. അതായത് എല്ല് കറി. അതാണല്ലോ നമ്മൾ കപ്പയുടെ ഇതിലോട്ട് ഇടേണ്ടത്. ഇനി നമുക്ക് വെന്തിരിക്കുന്ന കപ്പയിലോട്ട് ആവശ്യത്തിന് നമ്മുടെ കറി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ നമ്മുടെ കപ്പയൊക്കെ ഇളക്കുന്ന ആ ഒരു കമ്പുണ്ടല്ലോ, അതെന്താണ് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം
ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് മിക്സ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ച് പെട്ടെന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണം പ്രാർത്ഥനയ്ക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതിനിടയ്ക്ക് വിട്ടുപോയ കാര്യങ്ങൾ, ആ മസാല ഇടുന്ന സമയത്തുള്ള വിട്ടുപോയ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. ഇനി ഒരു ദിവസം നന്നായിട്ട് തന്നെ ഞാൻ കപ്പ ബിരിയാണിയുടെ വീഡിയോ വേറെ ഒന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.